സ്നേഹത്തിൻ തൈലം പൂശി
ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നാം കഴിഞ്ഞ ചില അവസരങ്ങളിലായി ചിന്തിച്ചു വരുന്നത് ദൈവത്തോടുകൂടെ നടക്കുക എന്നതിനെക്കുറിച്ചാണ്. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു, നോഹ ദൈവത്തോടുകൂടെ നടന്നു. ദൈവത്തോടുകൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നാം കുറേയേറെ കാര്യങ്ങൾ എഫേസ്യ ലേഖനത്തിലെ ആശയങ്ങളുടെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുകയുണ്ടായി. എഫേസ്യ ലേഖനം തന്നെ വാസ്തവത്തിൽ നടക്കുക എന്നുള്ള ഏക വാക്കിൻ്റെ വിശദീകരണമായിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. നിങ്ങൾ എങ്ങനെ നടന്നു, നിങ്ങൾ എങ്ങനെ നടക്കരുത്, നിങ്ങൾ എങ്ങനെ നടക്കണം, ആ 3 ആശയങ്ങളാണ് എഫേസ്യ ലേഖനത്തിൽ മുഴുവനായി നാം പരിശോധിക്കുമ്പോൾ പഠിക്കുമ്പോൾ കാണുന്നത്. നിങ്ങളെങ്ങനെ നടന്നവരായിരുന്നു, നിങ്ങൾ ഇനി എങ്ങനെ നടക്കണം, നിങ്ങളിനി എങ്ങനെ നടക്കരുത്, വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്. എങ്ങനെ നടക്കണം എന്നതിനെക്കുറിച്ചുള്ളതായ 10 കാര്യങ്ങളാണ് നാം ഇതിനകം ചിന്തിച്ചു കഴിഞ്ഞത്. ഇതെല്ലാം കൂടി ക്രോഡീകരിച്ച് 4 വാക്കുകളിൽ സംഗ്രഹിക്കാം. എല്ലാം കൂടി ഒരുമിച്ച് എങ്ങനെ നടക്കണമെന്നുള്ളത്: 1, വാക്ക് ഇൻ യൂണിറ്റി; 2, വാക്ക് ഇൻ പ്യൂരിറ്റി; 3, വാക്ക് ഇൻ ഹാർമണി; 4, വാക്ക് ഇൻ വിക്ടറി. 4 വാക്കുകൾ എങ്ങനെ നടക്കണമെന്നുള്ളതിനെക്കുറിച്ചുള്ളതായ 4 കാര്യങ്ങൾ, എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള 4 കാര്യങ്ങൾ. വേദപുസ്തകത്തിൽ എഫേസ്യ ലേഖനം 4-ാം അധ്യായം മുതലാണ് എങ്ങനെ നടക്കണം എന്ന് കൃത്യമായി നമുക്ക് ആലോചന തരുന്നത്. 4-ാം അധ്യായം 1 മുതൽ 16 വരെ വാക്യങ്ങളിലാണ് എഫേസ്യ ലേഖനം. 4-ാം അധ്യായം 1 മുതൽ 16 വരെ വാക്യങ്ങളിലാണ് വാക്ക് ഇൻ യൂണിറ്റി, നിങ്ങൾ ഐക്യത്തിൽ നടപ്പീൻ, നിങ്ങൾ ഐക്യത്തിൽ, സ്നേഹത്തിൻ്റെ ഐകരൂപ്യത്തിൽ, സ്നേഹത്തിൻ്റെ ഒരു മനസ്സിൽ, ഒരു ഹൃദയത്തിൽ, ഏകഹൃദയമായി ഏകമനസ്സായി ഐക്യത്തിൽ നടപ്പീൻ എന്ന് അപ്പോസ്തലൻ പ്രബോധിപ്പിക്കുകയാണ്. എന്തുകൊണ്ട് നാം ഐക്യത്തിൽ നടക്കണം? ഐക്യത്തിൽ നടക്കാൻ കാരണം എന്താണ്? നമുക്ക് വായിക്കാം. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ, ഏക പ്രത്യാശയ്ക്കായി നിങ്ങൾ വിളിച്ചു. ഏക പ്രത്യാശ. ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. ഒരു ശരീരം, ഒരു ആത്മാവ്, ഒരു പ്രത്യാശ, ഏക നാഥൻ, ഏക വിശ്വാസം, ഏക സ്നാനം, ഒരു ദൈവം മാത്രം, ഒരു പിതാവ്. ഇങ്ങനെ ഐക്യത്തിൽ നാം തികഞ്ഞവരാകുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഒരേ ഒരു പിതാവ് മാത്രം, എല്ലാവർക്കും ഒരേ ഒരു ദൈവം മാത്രം, എല്ലാവരും ഒരേ ഒരു ശരീരത്തിൻ്റെ അവയവങ്ങൾ മാത്രം, എല്ലാവരും ഒരേ ഒരു ആത്മാവിൽ, ഒരേ ഒരു മനസ്സിൽ. ഇതെല്ലാം വാസ്തവത്തിൽ നാം സ്വപ്നം കാണുന്നത് പോലെ ചിന്തിച്ചാൽ പോരാ. നമ്മുടെ ജീവിതത്തിൻ്റെ ദൈനംദിന അനുഭവമായി നാം മാറ്റിയെടുക്കണം. നമ്മുടെ കൊച്ചു കൊച്ചു കുടുംബങ്ങൾ പോലും ഈ ഐക്യം പുലർത്താൻ കഴിയുന്നുണ്ടോ? ചെറിയ കുടുംബങ്ങൾ, അപ്പനും അമ്മയും മക്കളും, അല്ല ഭാര്യയും ഭർത്താവും, ആ ഒരു ഐക്യത്തിൻ്റെ ദൃഢമായ ബന്ധത്തിൽ, സ്നേഹത്തിൻ്റെ ഗാഢമായ ബന്ധത്തിൽ ഒരു മനസ്സായി നിൽക്കാൻ കഴിയുന്നുണ്ടോ? സമൂഹത്തിലേക്ക് തിരിയാൻ വരട്ടെ, നമ്മുടെ രാഷ്ട്രത്തിലേക്ക് തിരിയാൻ വരട്ടെ, നമ്മുടെ സഭകളിലേക്ക് നോക്കാൻ വരട്ടെ, ആദ്യം നമ്മുടെ കൊച്ചു കുടുംബം. വാസ്തവത്തിൽ ഐക്യത്തിൻ്റെ ദാർഢ്യം നഷ്ടപ്പെട്ട കുടുംബങ്ങളല്ലേ ഇന്നധികവും? സ്നേഹം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, പരസ്പരമുള്ള ഇണക്കം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, പരസ്പരമുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു.
ഒരു വീട്ടിൽ തന്നെയാണ്, ഒരുമിച്ച് ഒരു മേശയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവരാണ്, ഒരുമിച്ച് ഒരു മുറിയിൽ കിടക്കുന്നവരാണ്, അല്ല ഒരുമിച്ച് ഒരു കട്ടിലിൽ കിടക്കുന്നവരാണ്, ഒരു വീട്ടിൽ ഒരുമിച്ച് കഴിയുന്നു. എന്നാൽ ആന്തരികമായ വൈഭിന്യങ്ങൾ, ആന്തരികമായ അകൽച്ചകൾ, ആന്തരികമായ അക്കച്ചിക്കലുകൾ നമ്മുടെ പലരുടെയും കുടുംബങ്ങളിലില്ലേ? നാം ചിന്തിച്ചു നോക്കൂ. എന്നാൽ നാം എങ്ങനെ നടക്കണമെന്ന്, ദൈവത്തോടുകൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എങ്ങനെ നടക്കണമെന്ന് വ്യക്തമായിട്ടാണ് പറയുന്നത്. ഐക്യത്തിൽ നടപ്പീൻ, വാക്ക് ഇൻ യൂണിറ്റി, ഐക്യത്തിൽ നടപ്പീൻ, ഐക്യബന്ധത്തിൽ നടപ്പീൻ, സ്നേഹബന്ധത്തിൽ നടപ്പീൻ, ഐക്യത്തിൽ നടപ്പീൻ. അത് വിശദമായി 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 16 വരെ വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുവാനും ഐക്യം എത്ര കണ്ടുണ്ട് എന്ന് ചിന്തിക്കുവാനും ഐക്യത്തിന് എനിക്ക് എങ്ങനെ എന്ത് ചെയ്യാൻ സാധിക്കും, എൻ്റെ സംഭാവന എന്താണ് എന്നോർക്കുവാനും എനിക്ക് എങ്ങനെ ഐക്യം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ചിന്തിക്കുവാനും നാം ഈ ഭാഗം വായിക്കുന്നത് സഹായകമായിരിക്കും. എപ്പോഴും ഒരു കുടുംബത്തിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത് ആ വീട്ടിലുള്ളവർ തമ്മിലുള്ളതായ ഗാഢമായ സ്നേഹബന്ധമാണ്. ആ വീട്ടിലുള്ളവരെല്ലാവരും ഒരു മനസ്സായിരിക്കുക. ഇന്ന് ഭാര്യയും ഭർത്താവും അകന്നു കഴിയുന്നു. ഒരുപക്ഷേ ദൂരെ ആയിരിക്കില്ല, ഒരു മുറിയിലാണ്, പക്ഷേ ഹൃദയം ഭിന്നിച്ചാണ് ഇരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കട്ടെ, നമുക്ക് നമ്മുടെ ഭാര്യയെക്കുറിച്ച് വാസ്തവത്തിൽ മതിപ്പുണ്ടോ? അല്ല, ഭാര്യയ്ക്ക് ഭർത്താവിനെക്കുറിച്ച് ആദരവും ബഹുമാനവും മതിപ്പുമുണ്ടോ? അപ്പോസ്തലനായ പൗലോസിൻ്റെ ലേഖനങ്ങളും പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനവും വായിച്ചാൽ വളരെ വ്യക്തമായിട്ടാണ് നാം കാണുന്നത് ഈ ഐക്യമെന്ന് പറയുന്നത് എന്താണെന്ന്. അത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ളത് ഐക്യം, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ളതായ ഐക്യം, യജമാന്മാരും വേലക്കാരും തമ്മിലുള്ളതായ ഐക്യം, ഇതെല്ലാം ഐശ്വര്യത്തിന് കൂടിയേ കഴിയൂ എന്നാണ്, സമാധാന ജീവിതത്തിന് കൂടിയേ കഴിയൂ എന്നാണ് തിരുവചനം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. വേദപുസ്തകം വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഭാര്യയും ഭർത്താവും എങ്ങനെയാണ് കഴിയേണ്ടതെന്ന്. ഈ എഫേസ്യ ലേഖനത്തിൽ തുടർന്ന് വായിച്ചു വരുമ്പോൾ നാം വാക്ക് ഇൻ ഹാർമണി എന്ന് പറയുന്ന ആശയത്തിൽ വരുമ്പോൾ അത് കുറേയേറെ വരുന്നുണ്ട്. അതിനെക്കുറിച്ച് പറയുമ്പോൾ ഞാനത് കൂടുതൽ പറഞ്ഞുകൊള്ളാം. എന്താണ് ഐക്യം? ഒരു വീട്ടിൽ സ്നേഹത്തിൻ്റെ ഐക്യത്തിൽ കഴിയുമ്പോൾ എന്നും അവിടെ സമാധാനമാണ്, എന്നും അവിടെ സന്തോഷമാണ്, എന്നും അവിടെ ഉത്സവമാണ്, എന്നും വാസ്തവത്തിൽ ആ വീട്ടിൽ ശാന്തി കളിയാടുകയാണ്. ഞാൻ വായിച്ചു, ഇന്നത്തെ രോഗികളിൽ 70% പേരും വാസ്തവത്തിൽ ജീവിതത്തിൽ ഐക്യവും സ്നേഹവും ഇല്ലാത്തത് മൂലം പലതരത്തിലുള്ളതായ ആകുലങ്ങൾക്ക് അടിമകളായി തീരുന്നു. അതുകൊണ്ടാണ് രോഗങ്ങൾ ഉണ്ടാകുന്നതെന്ന്. പലതരത്തിലുള്ളതായ ആകുലങ്ങൾ. വാൾട്ടർ റാലി എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു, വലിയ ധനാഢ്യനായിരുന്നു. വാൾട്ടർ റാലി, സർ വാൾട്ടർ റാലി എന്ന് പറയും. അദ്ദേഹം രോഗിയായി തീർന്നു. അദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിലെ ഈ ആകുലങ്ങൾ നിങ്ങൾ മാറ്റുന്നില്ലെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിലെ ഉള്ളിലുള്ളതായ ഭാരങ്ങളും ആകുലങ്ങളും നിങ്ങൾ നീക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അധികം താമസിയാതെ മരിച്ചു പോകും. വാൾട്ടർ റാലി അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ ആകുലങ്ങൾ മാറ്റും, ഞാൻ എങ്ങനെ മാറ്റും? അടുപ്പത്ത് വെച്ചിരിക്കുന്ന വെള്ളം ചൂടാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ചൂടാകാതിരിക്കുമോ? അദ്ദേഹം ചോദിച്ചു, ഡോക്ടറോട് ചോദിച്ചു. അടുപ്പത്ത് തീയുടെ മുകളിൽ പാത്രത്തിൽ വെള്ളം ഇരിക്കുകയാണ്, ആ വെള്ളം ചൂടാകരുത്, ആ വെള്ളം തിളയ്ക്കരുതെന്ന് പറഞ്ഞാൽ തിളയ്ക്കാതിരിക്കുമോ? എൻ്റെ ഹൃദയം തിളയ്ക്കുകയാണ്, എനിക്ക് സ്വസ്ഥതയില്ല, എനിക്ക് സമാധാനമില്ല, ഞാൻ എങ്ങനെ ആകുലം മാറ്റും? പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് ഈ ആകുലങ്ങൾ മാറ്റാൻ പറ്റുക? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ പലരുടെയും ഹൃദയം നിറയെ ഭാരങ്ങളാണ്, പലരുടെയും ഹൃദയം നിറയെ വലിയ ചുമടുകളാണ്. ഇങ്ങനെ വലിയ ചുമട് ചുമന്ന് നിങ്ങൾ വിഷമിച്ച് നടക്കുകയാണ്. താങ്ങാൻ പറ്റുന്നതിന് അപ്പുറമുള്ള ചുമടുകൾ നിങ്ങളുടെ ചുമലിലുണ്ട്. വലിയ വലിയ ഭാരങ്ങൾ, വലിയ വലിയ പ്രാരബ്ധങ്ങൾ, കടത്തിൻ്റെ ഭാരങ്ങളാകാം, രോഗത്തെക്കുറിച്ചുള്ള ആവലാതികളാകാം, മക്കളെക്കുറിച്ചോ ഭാര്യയെക്കുറിച്ചോ ഭർത്താവിനെക്കുറിച്ചോ മാതാപിതാക്കളെക്കുറിച്ചുള്ള ആവലാതികളാകാം, നിങ്ങളുടെ ജോലിയെക്കുറിച്ചുള്ള ആവലാതിയാകാം, നിങ്ങളുടെ വിവാഹത്തെക്കുറിച്ചുള്ള ആവലാതിയാകാം.
വിവാഹ ജീവിതത്തിലെ പൊരുത്തക്കേടുകളെക്കുറിച്ചുള്ള ആവലാതികളാകാം. ഏതെല്ലാം തരത്തിലുള്ളതായ ആകുലങ്ങളാണ് നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. മനസ്സ് ഇങ്ങനെ വീർപ്പുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അനേകരുടെ ഹൃദയം ജ്വലിക്കുകയും തിളയ്ക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കത്തിജ്വലിക്കുന്ന ഹൃദയം, തിളച്ചു മറിയുന്ന ഹൃദയം, അലമാലകളിങ്ങനെ അലറിക്കുതിക്കുന്ന പെരുവെള്ളം പോലെ, മഹാസമുദ്രം പോലെ ഇന്ന് നമ്മുടെ പലരുടെയും ഹൃദയം ഇളകിക്കൊണ്ടിരിക്കുകയാണ്, പ്രക്ഷുബ്ധമാണ്. ഇതിനെന്താണ് പോംവഴി? എന്താണ് ഇതിന് മാർഗം? ഇതിനൊരു പരിഹാരം എന്താണ്? പ്രസംഗിച്ചാൽ പോരല്ലോ, നിങ്ങൾ ദയവായി ഒന്ന് ചിന്തിക്കൂ. വേണ്ടേ? നിങ്ങൾക്കൊരു പരിഹാരം വേണ്ടേ? സർ വാൾട്ടർ റാലി പറഞ്ഞു, വെള്ളം അടുപ്പത്ത്, പാത്രത്തിൽ വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് ആ വെള്ളം തിളയ്ക്കരുതെന്ന് പറഞ്ഞാൽ തിളയ്ക്കാതിരിക്കുകയില്ല, തിളയ്ക്കും. തീയുണ്ട്, തിളയ്ക്കും. ഈ തീ കെടുത്താൻ എന്താണ് ചെയ്യാൻ പറ്റുക? ഒരു പോംവഴിയുണ്ട്, വളരെ വ്യക്തമാണ്. നിങ്ങൾ ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് വിളിക്കുക. യേശു ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരിക. വാക്ക് ഇൻ യൂണിറ്റി. ഐക്യം തരുന്ന ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ നാഥനായി കൈക്കൊള്ളുക. ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരിക. ഇത് പ്രയാസമുള്ള കാര്യമല്ല, നിങ്ങൾക്ക് വിഷമമുള്ള കാര്യമല്ല. ഏത് കൊടിയ ചുമടുമായിട്ടാണോ ഇന്ന് നിങ്ങൾ വന്നത്? ഇന്ന് നിങ്ങൾ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏത് ഭയാനകമായ ആകുലമാണോ നിങ്ങളെ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ഇരിപ്പിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ യേശുവിനെ നിങ്ങൾ വിളിക്കുക. കർത്താവേ, നിനക്ക് മാത്രമേ എൻ്റെ ഹൃദയത്തെ ഒന്ന് വിമോചനം തന്ന് സ്വതന്ത്രമാക്കി ആശ്വാസമരുളാൻ കഴിയുകയുള്ളൂ. എൻ്റെ ഹൃദയത്തെ ആശ്വസിപ്പിക്കാൻ യേശുവേ നിനക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ഇപ്പോൾ നാഥ, നീ എഴുന്നള്ളി വന്ന് എൻ്റെ ഈ മാലിന്യം പൂണ്ട ഹൃദയത്തിലേക്ക് കടന്നു വന്ന് എന്നെ നീ പവിത്രീകരിക്കണമേ. എൻ്റെ അശുദ്ധമായ ഹൃദയത്തിലേക്ക് കടന്നു വന്ന്, കോളിളക്കത്തിൽപ്പെട്ട് ഉലയുന്ന ഹൃദയത്തിലേക്ക് കടന്നു വന്ന്, പലതരത്തിലുള്ളതായ ചിന്താഭാരങ്ങളിൽപ്പെട്ട് അഴലുന്ന ഹൃദയത്തിലേക്ക് കടന്നു വന്ന്, യേശുവേ നീ എനിക്ക് ഒരു ശാന്തി തരണമേ, സമാധാനം തരണമേ, ആശ്വാസം തരണമേ. പ്രിയപ്പെട്ടവരെ, വലിയ വേദശാസ്ത്രമൊന്നും പഠിക്കണമെന്ന് നിർബന്ധമില്ല, വലിയ തത്വചിന്തകൾ പഠിക്കണമെന്നില്ല. ഈ വേദപുസ്തകത്തിലെ വാക്യങ്ങൾ പലതും കാണാൻ പഠിച്ചില്ല എന്ന് വന്നേക്കാം, സാരമില്ല. നിങ്ങൾ ഈ വേദപുസ്തകം മുഴുവൻ വായിച്ചില്ല എന്ന് തന്നെ ഇരിക്കട്ടെ, സാരമില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വലിയ പാണ്ഡിത്യമോ പഠിപ്പോ വേണമെന്നില്ല. ഒന്നും വേണ്ട. നിങ്ങൾക്കൊറ്റയ്ക്കൊരു കാര്യം മതി. കർത്താവേ, എൻ്റെ ഹൃദയം അസ്വസ്ഥമാണ്, എൻ്റെ ഹൃദയം അഴലുകയാണ്, എൻ്റെ ഹൃദയം ഇളകി മറിയുകയാണ്, എനിക്കുള്ളിലൊരു സ്വസ്ഥതയില്ല. യേശുവേ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ. എൻ്റെ ഹൃദയത്തിൽ ചിലരോടെല്ലാം ഈർഷ്യയുണ്ട്. എൻ്റെ ഹൃദയത്തിൽ എൻ്റെ വീട്ടിൽ തന്നെയുള്ളവരോട് ചിലരോട് മുഷിച്ചിലുണ്ട്. എൻ്റെ സ്വന്തം വീട്ടിൽ എൻ്റെ ഭാര്യയോട്, അല്ലെങ്കിൽ ഭർത്താവിനോട്, അല്ലെങ്കിൽ മക്കളോട്, അല്ലെങ്കിൽ മാതാപിതാക്കളോട്, സഹോദരങ്ങൾ തമ്മിൽ കർത്താവെ ഈർഷ്യയുണ്ട്. ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. മനസ്സ് ഇന്ന് അസ്വസ്ഥമാണ്. പല കാര്യങ്ങളും എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. മനസ്സ് വല്ലാതെ വലയുന്നു. യേശുവേ, നീ ഇത് കാണുന്നുണ്ടല്ലോ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ. എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി നീ ജീവൻ ത്യജിച്ചതാണല്ലോ. എന്നെ സ്നേഹിച്ച് എൻ്റെ ചുമട് മാറ്റാൻ നീ കുരിശ് ചുമന്നതാണല്ലോ. എന്നെ സ്നേഹിച്ച് എൻ്റെ പാപം പോക്കാൻ എൻ്റെ പാപത്തെ ശിക്ഷ നീ വഹിച്ചതാണല്ലോ. കർത്താവേ, എൻ്റെ നിസ്സാരതയിൽ ഞാനിതെല്ലാം ഏറ്റു പറയുകയാണ്. എൻ്റെ ഹൃദയത്തിലേക്ക് നീ ഇപ്പോൾ കടന്നു വരണമേ. എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന് എൻ്റെ ഹൃദയത്തിൽ നീ ഇരിപ്പുറപ്പിക്കണമേ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. കലങ്ങി മറിയുന്ന ഹൃദയത്തോടിരിക്കുന്നവർ, ആകുലം പൂണ്ട മനസ്സോടിരിക്കുന്നവർ, വിഷാദ സങ്കലിതമായ ഹൃദയത്തിൽ അടലാർന്ന് വലയുന്നവർ, ഇന്ന് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിനെ വിളിക്കുക. വിളിച്ചാൽ വിളി കേൾക്കുന്നവനാണ് ക്രിസ്തു. ക്ഷണിച്ചാൽ വരുന്നവനാണ് ക്രിസ്തു. നിർബന്ധിച്ചാൽ അകത്ത് കടന്നു വരുന്നവനാണ് ക്രിസ്തു. ക്രിസ്തു അകന്നു നിൽക്കുന്നവനല്ല. ഏതെല്ലാം തെറ്റുകൾ നിങ്ങൾക്ക് വന്നു എന്നിരിക്കട്ടെ, ഏതെല്ലാം മഹാപാതകങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചു എന്നിരിക്കട്ടെ, ഏതെല്ലാം കാര്യങ്ങൾ നിങ്ങൾ വീണുപോയി എന്നിരിക്കട്ടെ, പ്രിയനേ, നിൻ്റെ പാപക്കറകളെല്ലാം കഴുകാനും, നിൻ്റെ ഈ നികൃഷ്ടാവസ്ഥയിൽ സഹതാപത്തോടെ നോക്കാനും, നിൻ്റെ ഈ മ്ലേച്ഛാവസ്ഥയിൽ നിന്നെ കോരിയെടുക്കാനും യേശുവിന് നിന്നോട് സ്നേഹമാണ്, യേശുവിന് നിന്നോട് വാത്സല്യമാണ്. നിങ്ങൾ വിശ്വസിക്കൂ, യേശു സ്നേഹം മാത്രമാണ്. യേശു കാരുണ്യക്കടലാണ്. യേശു കൃപയുടെ ഉറവിടമാണ്. യേശു സ്നേഹത്തിൻ്റെ നികേതനമാണ്. യേശു നിങ്ങളെ സ്നേഹത്തോടെ അടുപ്പിക്കുകയാണ്. നിങ്ങൾ വിളിച്ചാൽ യേശു വരും. നിങ്ങൾ നിങ്ങളുടെ ഹൃദയം തുറന്നാൽ യേശു അകത്തേക്ക് കടന്നു വരും. യേശു നിർബന്ധിച്ചകത്തേക്ക് വരികയില്ല. യേശു ബലം പ്രയോഗിച്ചകത്തേക്ക് വരികയില്ല. യേശു നിങ്ങളുടെ ഹൃദയത്തിൽ ബലാത്കാരേണ കടന്നു വരികയില്ല. നിങ്ങൾ വിളിക്കുമോ?
നിങ്ങൾ എളിമയോടെ യാചിക്കുമോ? ഇവിടെ കർത്താവേ, ഒരാളിവിടെ ഇരിക്കുന്നു. ആകുലഭാരങ്ങൾ ചുമന്ന് വലഞ്ഞൊരു മനുഷ്യനിവിടെ ഇരിക്കുന്നു. ചുമന്ന് അഴലാർന്നൊരു മനുഷ്യനിവിടെ ഇരിക്കുന്നു. കഷ്ടപ്പാടേറ്റ് തളർന്നൊരു സ്ത്രീ ഇവിടെ ഇരിക്കുന്നു. എൻ്റെ കർത്താവേ, കുടുംബത്തിൽ സ്വസ്ഥതയില്ലാതെ വലയുന്ന ഒരു മനുഷ്യനിവിടെ ഇരിക്കുന്നു. നാളെയോ ഓർത്ത് ആകുലപ്പെട്ട് സങ്കടപ്പെട്ട് നെടുവീർപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യനിവിടെ ഇരിക്കുന്നു. നാഥ, നീ എൻ്റെ ഉള്ളത്തിലേക്ക് കടന്നു വരണമേ. എൻ്റെ പ്രശ്നത്തിന് പരിഹാരം നീ മാത്രമാണ്. കർത്താവേ, വീട്ടിൽ അകൽച്ചയുണ്ട്, വീട്ടിൽ ഭിന്നതയുണ്ട്, വീട്ടിൽ ഇഷ്ടക്കുറവുണ്ട്, വീട്ടിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. വീട്ടിൽ ഒരു മനസ്സ് കിട്ടാൻ സാധിക്കാതെ ഞങ്ങൾ പലപ്പോഴും അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ ഞങ്ങൾ തമ്മിൽ ഉരസലുണ്ടാകുന്നു. കർത്താവേ, പലപ്പോഴും അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ ഞങ്ങൾ തമ്മിൽ അകൽച്ചകളുണ്ടാകുന്നു, ഭിന്നതകളുണ്ടാകുന്നു, ചിലപ്പോൾ വഴക്കുണ്ടാകുന്നു. യേശുവേ, എനിക്ക് പലപ്പോഴും കീഴ്പ്പെടാൻ കഴിയാതെ പോകുന്നു. കീഴ്പ്പെടേണ്ടതുപോലെ കീഴ്പ്പെടാൻ എനിക്ക് പറ്റാതെ പോകുന്നു. നാഥ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കാണാം, യേശു കടന്നു വരും. യേശു അകത്തേക്ക് വരും. യേശു നിങ്ങൾക്ക് സമാധാനം തരും. നിങ്ങളുടെ അകൽച്ചയുള്ള ഭാഗങ്ങളിൽ യേശുവിൻ്റെ തിരുരക്തം തളിക്കും. എവിടെയെല്ലാണോ അകൽച്ചയുള്ളത് അവിടെ തിരുരക്തം തളിക്കും. അപ്പനെക്കുറിച്ച് വേദനിക്കുന്ന മക്കളുണ്ട്, മക്കളെക്കുറിച്ച് വേദനിക്കുന്ന അപ്പനുണ്ട്, ഭാര്യയെക്കുറിച്ച് സങ്കടപ്പെടുന്ന ഭർത്താവുണ്ട്, ഭർത്താവിനെക്കുറിച്ച് വിതുമ്പുന്ന ഭാര്യയുണ്ട്. കുടുംബങ്ങൾ കലങ്ങിയിരിക്കുകയാണ്. യൂണിറ്റി, വാക്ക് ഇൻ യൂണിറ്റി, ഐക്യത്തിൽ നടക്കാൻ ഇതുവരെ നിങ്ങൾക്ക് സാധിച്ചില്ലല്ലോ, എന്നാൽ നടക്കാൻ സാധിക്കുമെന്നാണ് കർത്താവ് പറയുന്നത്. മകനെ, നിനക്ക് അസാധ്യമായത് ഞാൻ സാധിപ്പിച്ച് തരാമെന്നാണ് കർത്താവ് പറയുന്നത്. മോളെ, നിനക്ക് ഇതുവരെ അസാധ്യമായിരുന്നില്ലേ, അത് നിനക്ക് ഞാൻ സാധിപ്പിച്ച് തരാമെന്ന് കർത്താവ് പറയുന്നു. ഇത്രയും കാലം നിനക്ക് സാധിക്കാതിരുന്നത് നിനക്ക് സാധിപ്പിച്ച് തരുന്ന ഒരു പോംവഴി ഉണ്ടെങ്കിൽ മോനെ, നിനക്ക് കൈക്കൊള്ളരുതോ എന്നാണ് കർത്താവ് ചോദിക്കുന്നത്. കർത്താവേ, ഞാനിതാ നിന്നെ എൻ്റെ ഹൃദയത്തിലേക്ക് വിളിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, ഞാൻ വായിച്ചു, അമേരിക്കയിൽ വർഷങ്ങൾക്ക് മുൻപ് സെപ്റ്റംബർ 11 അന്ന് അവിടുത്തെ ട്രേഡ് സെൻറ്റർ തകർന്നുപോയി. വലിയ ഭീകരാക്രമണമായിരുന്നു. നമ്മിൽ പലർക്കും ഓർമ്മ കാണും. വലിയ ഭീകരാക്രമണമായിരുന്നു. അവിടുത്തെ നെടുനെടുങ്കൻ ഗോപുരങ്ങൾ 2 എല്ലാം കത്തിച്ചാമ്പലായി, എല്ലാം പൊടിഞ്ഞു തകർന്നു. എത്രയോ മനുഷ്യജീവിതം ആണ് അന്നവിടെ ഹോമിക്കപ്പെട്ടത്. എത്രയോ ജീവിതം അവിടെ തീർന്നു. പ്രിയപ്പെട്ടവരെ, വലിയ നാശമാണ് ഉണ്ടായത്. നിങ്ങൾക്കറിയാമോ, 5000-ലേറെ മൈൽ അകലെ നിന്ന് ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽസ് തൊടുത്തുവിട്ടാൽ അത് തൊടുത്തുവിടുന്ന നിമിഷം തന്നെ അത് കാണാനും അതിനെ തടുക്കാനും തകർക്കാനുമുള്ളതായ സംവിധാനം ഒരുക്കാനും കഴിവുള്ള രാഷ്ട്രമാണ് അമേരിക്ക. അണുവായുധം 5000-ലേറെ മൈൽ അകലെ നിന്ന് തൊടുത്തു വിടുമ്പോൾ തന്നെ കാണാൻ അതിനുള്ളതായ റാഡാർ സംവിധാനമുണ്ട് അമേരിക്കയ്ക്ക്. പ്രിയപ്പെട്ടവരെ, അത് തൊടുത്ത് വിടുന്ന നിമിഷം തന്നെ അതിനെ അവിടെ വെച്ച് തന്നെ തടുത്ത് അതിനെ നിർവീര്യമാക്കാൻ അമേരിക്കയെ ആയുധ സംവിധാനങ്ങളുണ്ട്. പക്ഷേ ഏതാനും മൈൽ അകലെ നിന്ന് വന്നതായ പ്ലെയിനുകളെ തടുക്കാനോ അറിയാനോ അമേരിക്കയ്ക്ക് സാധിച്ചില്ല. പെൻറ്റഗൺ തകരുമെന്ന്, ആയുധപ്പുര തകരുമെന്ന് അന്ന് മനുഷ്യരെല്ലാം ഭയന്നുപോയി. പ്രിയപ്പെട്ടവരെ, പോകട്ടെ. ഈ അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്ന ജോൺ എഫ് കെന്നഡി ഭരിച്ചിരുന്ന കാലത്ത്, മഹാനായ പ്രസിഡൻറ്റ് ജോൺ എഫ് കെന്നഡി, അദ്ദേഹം ഭരിച്ചിരുന്ന കാലത്ത് അന്നുകൊണ്ട് അമേരിക്കയ്ക്ക് ഈ ആയുധ സംവിധാനങ്ങൾ, വലിയ ആയുധ സംവിധാനങ്ങൾ. എത്ര ദൂരെ നിന്ന് ഈ അണുവായുധങ്ങൾ വിക്ഷേപിച്ചാലും ആ അണുവായുധം തടുക്കാനുള്ളതായ ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽസ് അന്നും അമേരിക്കയുടെ കയ്യിലുണ്ട്. പക്ഷേ മൈലുകൾ 5000-ലേറെ മൈൽ അകലെ നിന്ന് വരുന്നതായ ആ അണുവായുധം തടുക്കാൻ കഴിവുള്ള അമേരിക്കയ്ക്ക് ഏതാനും വാരി അകലെ നിന്ന് വന്നതായ, ഏതാനും അടി അകലെ നിന്ന് വന്നതായ വെടിയുണ്ടയെ തടുക്കാൻ കഴിഞ്ഞില്ല. കെന്നഡി വധിക്കപ്പെട്ടു. ഓസ്വാൾഡ് എന്ന് പറയുന്ന ഒരു ഘാതകൻ്റെ വെടിയേറ്റ് അമേരിക്കൻ പ്രസിഡൻറ്റ് ജോൺ എഫ് കെന്നഡി വധിക്കപ്പെട്ടു. ഇതെല്ലാം ചരിത്ര വസ്തുതകളാണ്. ഇന്ത്യയെ സാധിക്കാഞ്ഞത് മനുഷ്യന് സാധിക്കുകയില്ല, മനുഷ്യനെ തടുക്കാൻ സാധിക്കുകയില്ല, ഒന്നിനെയും തടുക്കാൻ സാധിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. രക്ഷാ കവചം തീർക്കാൻ മനുഷ്യന് സാധിക്കുകയില്ല, ആയുധ കവചം തീർക്കാൻ മനുഷ്യന് സാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഒരു രക്ഷാ കവചം തീർക്കാൻ കർത്താവായ യേശുക്രിസ്തു ഉണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യശാലികളായിരിക്കും. നിങ്ങൾക്കൊരു രക്ഷാ കവചമുണ്ടായിരിക്കും. നിങ്ങളുടെ ജീവിതം സേഫായിരിക്കും, നിങ്ങളുടെ ജീവിതം സൗണ്ടായിരിക്കും, നിങ്ങളുടെ ജീവിതം സെക്വേർഡായിരിക്കും, നിങ്ങളുടെ ജീവിതം സുരക്ഷിതമായിരിക്കും,
നിങ്ങളുടെ ജീവിതം ഭദ്രമായിരിക്കും. യേശുക്രിസ്തുവിനെ നിങ്ങൾ വിട്ടുകൊടുക്കുക. വാക്ക് ഇൻ യൂണിറ്റി. ഐക്യം പുലരും. കുടുംബം സ്നേഹം കൊണ്ട് നിറയും. കുടുംബം ഐക്യം കൊണ്ട് നിറയും. കുടുംബം ഐക്യം കൊണ്ട് നിറയുമ്പോൾ അപ്പോൾ എല്ലാ മാലിന്യങ്ങളും കുടുംബത്തിൽ നിന്ന് മാറ്റപ്പെടും. ഇന്ന് ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ പറയട്ടെ, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കാൻ തുടങ്ങുക. ഭാര്യ ഭർത്താവിനെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും കീഴ്പ്പെടാനും തുടങ്ങുക. കുടുംബം സമാധാനത്തിലേക്ക് വരും. വാക്ക് ഇൻ യൂണിറ്റി. നിങ്ങൾ കേൾക്കുമ്പോൾ ഈ സമാധാനം നിങ്ങൾക്ക് തരുന്ന യേശുക്രിസ്തുവിനെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. യേശുവിനെ നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുക. യേശു കുരിശിന്മേൽ കിടന്നുകൊണ്ട് എനിക്ക് ദാഹിക്കുന്നെന്ന് പറയുകയാണ്. എനിക്ക് ദാഹിക്കുന്നുവെന്ന്. എന്തിനു വേണ്ടിയുള്ള ദാഹമാണ്? നമ്മെ സ്നേഹിക്കുന്ന ദാഹം, നമ്മുടെ ക്ഷീണം തീർക്കുന്ന ദാഹം, നമ്മുടെ വാട്ടമകറ്റുന്ന ദാഹം, നമുക്ക് ഐക്യം തരുന്ന ദാഹം, നമ്മുടെ ഹൃദയത്തിൽ സ്നേഹം പകരുന്ന ദാഹം, നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി പകരുന്ന ദാഹം. അതിനുവേണ്ടി ദാഹിക്കുന്ന ക്രിസ്തുവിൻ്റെ ആ സ്നേഹത്തെ നിങ്ങൾ കാണുക. യേശുവിൻ്റെ സ്നേഹമാണ് കുരിശിൽ കൂടി ഒഴുകുന്ന തിരുരക്തം, ആ ചങ്കുപൊട്ടി ഒഴുകുന്ന തിരുരക്തം. എൻ്റെ സ്നേഹിതരെ, നിങ്ങൾ ദയവായി ഇപ്പോൾ ക്രൂസിലേക്ക് നോക്കൂ. ആ സ്നേഹത്തെ നിങ്ങളൊന്ന് കാണൂ. ആ തിരുരക്തത്തെ നിങ്ങളൊന്ന് ഓർക്കൂ. ആ തിരുരക്തത്തെങ്കിൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾ സമർപ്പിക്കൂ. യേശുവേ, എന്നെ നിൻ്റെ തിരുരക്തത്താൽ കഴുകണമേ. എൻ്റെ ഹൃദയത്തിലുള്ള അകൽച്ചകളോട് ഞാൻ യാത്ര പറയുന്നു. എൻ്റെ ഹൃദയത്തിലുള്ളതായ മുഷിലുകളോട് ഞാൻ യാത്ര പറയുന്നു. എൻ്റെ ഹൃദയത്തിലുള്ള തിന്മകളോട് ഞാൻ യാത്ര പറയുന്നു. എൻ്റെ ഹൃദയത്തിലുള്ളതായ അകൽച്ചകളോട് യാത്ര പറയുന്നു. എൻ്റെ ഹൃദയത്തിലുള്ള വൈരാഗ്യങ്ങളോട് യാത്ര പറയുന്നു. എൻ്റെ ഹൃദയത്തിലുള്ളതായ നീരസങ്ങളോടും കയ്പിനോടും വൈരുദ്ധ്യത്തോടും ഞാൻ യാത്ര പറയുന്നു. യേശുവേ, എൻ്റെ ഹൃദയത്തിലുള്ള പകയോടും വിദ്വേഷത്തോടും പ്രതികാര വാഞ്ചയോടും ഞാൻ യാത്ര പറയുന്നു. രാജാധിരാജ, സ്നേഹത്തിൻ്റെ നിറകൊടഞ്ചു കൂടുന്ന രക്ഷക, അവിടുന്ന് ഇപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് സ്നേഹമായ യേശുവേ, എൻ്റെ ഹൃദയത്തിൽ വന്ന് വാഴണമേ. എൻ്റെ ഹൃദയത്തിൽ വന്ന് വസിക്കണമേ. ആ തിരുരക്തം, സ്നേഹത്തിൻ്റെ തിരുരക്തത്തിൻ്റെ ഒരു തുള്ളി ഇപ്പോൾ എൻ്റെ ചങ്കിൽ പതിക്കണമേ. ആ തിരുരക്തത്താൽ എന്നെ നവീകരിക്കണമേ. ആ തിരുരക്തത്താൽ എന്നെ കഴുകണമേ. ആ തിരുരക്തത്താൽ എന്നെ ശുദ്ധീകരിക്കണമേ. ഹൃദയം സംശുദ്ധമാക്കി എന്നെ രൂപാന്തരപ്പെടുത്തി എടുക്കണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ സ്നേഹം നിറഞ്ഞ സമയത്തിനായി ഞങ്ങൾ എന്നെ സ്തുതിക്കുന്നു. സ്നേഹത്തിൻ്റെ വചനങ്ങൾക്കായി ഞങ്ങൾ എന്നെ സ്തുതിക്കുന്നു. ക്രൂസിൻ്റെ അത്ഭുത സ്നേഹം ഞങ്ങളുടെ മേൽ പകരുന്നതിനായി ഞങ്ങൾ എന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഈ വചനം കേട്ടെല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാവരുടെ മേലും തൃക്കരം ഉയർത്തണമേ. എല്ലാവരെയും ആശീർവദിക്കണമേ. നാഥ, നിൻ്റെ മക്കളുടെ ഹൃദയത്തിലുള്ളതായ മാലിന്യങ്ങൾ മാറ്റുകയും യേശുവിൻ്റെ സ്നേഹത്താൽ ഹൃദയം നിറയുകയും യേശുവിനെ ആരാധിപ്പാൻ നിൻ്റെ മക്കൾക്ക് സ്തുതി നിറച്ച് നൽകുകയും ചെയ്യണമേ. നന്മകളാൽ നിറയ്ക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ.